ഒന്നേ ഉള്ളെങ്കിൽ ഒലക്ക കൊണ്ട്. നമുക്കെല്ലാം അറിയാം പാരന്റിങ് ഈസ് ദ മോസ്റ്റ് റെസ്പോൺസിബിൾ ജോബ് ഇൻ ദ വേൾഡ് എന്നുള്ളത്. ചുറ്റുപാടും നിരീക്ഷിക്കുമ്പം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഓവർ ഇൻഡൾജ് ചെയ്ത് പാരന്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓവർ നിഗ്ലക്റ്റ് ചെയ്യുക. ഈ രണ്ട് തരത്തിൽ കുറേ കേസസ് നമുക്ക് കാണാൻ സാധിക്കും. ഓവർ ഇൻഡൾജ് ചെയ്ത്, ഓവർ പ്രൊട്ടക്ട് ചെയ്ത്, ഓവർ പാമ്പർ ചെയ്ത് പാരന്റിങ് ചെയ്യുന്നതിനെയാണ്, അതിനെതിരെയാണ് ഒന്നുള്ളെങ്കിൽ ഒലക്കൊണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഓവർ ഇൻഡൾജ് ചെയ്ത്, ഓവർ പാമ്പർ ചെയ്ത്, ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് സർഗാത്മകമായി ഡെവലപ്പ് ചെയ്യേണ്ട വാസനകളും ഇൻഡിവിജ്വാലിറ്റി, അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റും എല്ലാം ബ്ലോക്ക് ആകുകയാണ്. അവരുടെ കഴിവുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇനി ഓവർ നിഗ്ലക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ സ്നേഹത്തിന് വേണ്ടിയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അവരെ അംഗീകരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടി അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ വഴിതെറ്റിപ്പോകാനും മോശം കൂട്ടുകെട്ടുകളിൽ പെടാനും അബ്യൂസസ് അനുഭവിക്കാനും അങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതൽ ചാൻസ് ഉണ്ട്. പാരന്റിങ് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലി തന്നെയാണ്. സംരക്ഷിക്കാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ ഒരു പാരന്റ് ആകാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ. ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ള, ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നുള്ളൊരു പ്രിൻസിപ്പിൾ എനിക്ക് സംരക്ഷിക്കാൻ സാധിക്കും. എനിക്ക് ഒരു കുഞ്ഞിനെ ദൈവം തന്നതല്ലേ, എന്തു ചെയ്യാനാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് കാര്യമില്ല. നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ നമ്മൾ അത്രയും ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു കാര്യമാണ് പാരന്റിങ് എന്ന് പറയുന്നത്. കുറെ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, തങ്ങൾക്ക് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ, എനിക്ക് വളരെയധികം പഠിക്കാൻ സാധിച്ചില്ല, അപ്പോൾ എൻ്റെ മകളെ പഠിപ്പിച്ച് അങ്ങേയറ്റം ഒരു ഉയർന്ന നിലയിലെത്തണം, എനിക്ക് ഡാൻസ് പഠിക്കാൻ വളരെ താല്പര്യമാണ്, വീട്ടുകാർ വിട്ടില്ല, അതുകൊണ്ട് എൻ്റെ മകളെ ഒരു ഡാൻസർ ആക്കണം, പാട്ട് പഠിക്കാൻ സാധിച്ചില്ല അപ്പോൾ അവർ പാട്ട് പഠിക്കണം. ഇങ്ങനെ നമുക്ക് എന്താണോ സാധിക്കാതിരുന്നത്, നമുക്ക് എന്താണോ പോരായ്മ ഉണ്ടായിരുന്നത്, അത് മക്കളിലൂടെ ഫുൾഫിൽ ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതൊരു തെറ്റായ നമ്മുടെ ഒരു ചിന്താഗതിയാണ്. നമ്മുടെ മക്കൾ ഉയരണം, വളരണം, അവരുടെ കഴിവുകൾ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട്. അതാണ് അവരെ വളരാനായിട്ട്, അവരുടെ നൈസർഗികമായ അവരുടെ ഡെവലപ്മെന്റിനെ, ഗ്രോത്തിന് സഹായകരമായ സാഹചര്യങ്ങളും ഗൈഡൻസും കൊടുക്കുക. ഇതാണ് ഒരു പാരന്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ കൊടുക്കലല്ല. ചില ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, എനിക്കൊരു ടോയ് പോലും കിട്ടിയില്ല, അടുത്ത വീട്ടിലെ ഒരു ടോയ് എടുത്തതിന് എന്നെ അവിടെ നിന്ന് വഴക്ക് പറഞ്ഞു, ഒരുപാട് ഇൻസൾട്ട് ചെയ്തു, അതുകൊണ്ട് എൻ്റെ കൊച്ചിന് ഞാനൊരു റൂം ഫുൾ ടോയ്സ് മേടിച്ചു കൊടുക്കുന്നു. ആ കുട്ടിക്കാണെങ്കിൽ ടോയ്സ് ഒന്നും താല്പര്യമില്ല. ആ കുട്ടിക്ക് ഇഷ്ടമുള്ളത് അടുക്കളയിലെ സ്പൂണ്, കത്തി, ഫോർക്ക്, അല്ലെങ്കിൽ ചെറിയ ചെറിയ പാത്രങ്ങൾ, ഇതൊക്കെയാണ്. അപ്പം ഫോർക്കും നൈഫും എല്ലാം അപകടകരമായതുകൊണ്ട് കൊടുക്കാനും പറ്റില്ലല്ലോ. എന്നിട്ട് അതിനു വേണ്ടി കരയുന്നതും വാശി പിടിക്കുന്നതും കാണാം. കുട്ടിക്ക് ആവശ്യമുള്ള സ്നേഹം, കുട്ടിക്ക് ആവശ്യമുള്ള അറ്റൻഷൻ, ഇതെല്ലാമാണ് നമ്മൾ കൊടുക്കേണ്ടത്. പലരും കുറേ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കൊതി തീരുന്നത് വരെ എടുക്കാൻ, നമുക്ക് കൊതി തീരുന്നവരെ പാമ്പർ ചെയ്യാൻ, നമ്മുടെ എന്തെങ്കിലും സ്ട്രെസ് ബസ്റ്റർ ആയിട്ട്, നമ്മളുടെ ഒരു എൻഗേജ്മെന്റ്, നമുക്ക് ഒരു സ്ട്രെസ് റിലീഫ് ആയിട്ടൊക്കെ കുട്ടികളെ ഉപയോഗിക്കുന്നതുണ്ട്, പെറ്റ്സിനെയൊക്കെ മേടിക്കുന്ന ഒരു രീതിയിൽ. അപ്പം ആ രീതിയിൽ വരുന്നത് കുട്ടിക്ക് ആവശ്യമുള്ള ഡെവലപ്മെന്റ്, കുട്ടിക്ക് ആവശ്യമുള്ള പാമ്പറിങ്, കുട്ടിക്ക് ആവശ്യമുള്ള സ്നേഹം, കുട്ടിക്ക് ആവശ്യമുള്ള ഗൈഡൻസ് ആണ് അവിടെ കിട്ടേണ്ടത്. തെറാപ്പി സെന്റർ ആയിട്ട് കുട്ടികളെ യൂസ് ചെയ്യുന്നത് ശരിയാവില്ല. അത് പലപ്പോഴും കുട്ടികൾക്ക് ഡാമേജിങ് ആയിട്ട് അറിയാതെ സംഭവിക്കും. ഇതിനാണ് അവയർനെസ് വേണമെന്ന്, അവബോധത്തോടു കൂടി. ഇതിനാണ് പാരന്റിങ് ഏറ്റവും ഉത്തരവാദിത്തമുള്ള ജോലി പാരന്റിങ് ആണ് എന്ന് പറയുന്നത് ഇവിടെയെല്ലാമാണ്. എനിക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ചോദിച്ച ആഗ്രഹമുള്ള സാധനങ്ങൾ കിട്ടിയില്ല, അപ്പൊ കുട്ടിക്ക് കുറേ കാര്യങ്ങൾ, കുട്ടിക്ക് അതൊന്നും വേണ്ട, കുട്ടിക്ക് കഞ്ഞിയും ചമ്മന്തിയും ആണ് ഇഷ്ടം, അപ്പോൾ അതിനു വേണ്ടി അതിനെ വഴക്ക് പറയുന്നു. ഇങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ ചുറ്റുപാടും നിരീക്ഷിക്കുമ്പോൾ, കേസസ് കാണുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം കാണാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടി ഭക്ഷണം കഴിക്കുക, ഒരു സാധനം കഴിക്കൂലെന്നാണ് പറയുന്നത്. അതോ ആ ജങ്ക് ഫുഡ്, അതും ഇതും മറ്റേ ഒരുപാട് സാധനങ്ങൾ പലതായിട്ട് കുട്ടി കഴിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് സമയത്തിന്, ഭക്ഷണത്തിന് ടൈം ആകുമ്പം അതിന് വിശക്കില്ല, കഴിക്കില്ല, അതിനെ വഴക്ക് പറയുന്നു, തല്ലുന്നു, കഴിപ്പിക്കുന്നു, അതിന് പ്രോട്ടീൻ വേണം, അത് വേണം, ഇത് വേണം.
സമയാസമയങ്ങളിൽ ഭക്ഷണം നമ്മൾ ശീലിപ്പിക്കുന്നത് പോലെയാണ് കുട്ടികളുടെ ശീലങ്ങൾ വരുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വാശി പിടിക്കുന്നു. ഈ വാശിക്ക് നമ്മൾ നിന്ന് കൊടുത്താലാണ് ആ വാശി കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരു ഷോപ്പില് ഇന്ന സാധനം നല്ല സെയിൽസ് ഉണ്ടെങ്കിലേ ആ ഷോപ്പില് ആ ഒരു കാര്യം വീണ്ടും വീണ്ടും മേടിച്ച് ആ കടക്കാരൻ വെക്കുകയുള്ളൂ. അതേസമയം അതിനധികം ചെലവില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യില്ല. അതുപോലെ തന്നെയാണ് കുട്ടികൾ കരഞ്ഞാൽ, വാശി പിടിച്ചാൽ, നിർബന്ധം പിന്നെ കാണിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവരത് റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ആ പാറ്റേൺ കൊള്ളാം, എനിക്ക് അറ്റൻഷൻ സീക്ക് ചെയ്യാനും എൻ്റെ വാശി കാണിക്കാനും ഇത് ഉപയോഗിക്കാം എന്നുള്ള ഒരു കാര്യം. പാരൻസിന് നല്ലൊരു സ്റ്റെബിലിറ്റി വേണം. നല്ലൊരു ഇങ്ങനെ ഇത്രയും കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ ഇങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റോഡിലാണ് സ്റ്റെബിലിറ്റി വണ്ടി മൂവിങ് ആയിട്ടുള്ള വണ്ടിക്ക് പോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞ പോലെ പാരന്റ് ഒരു സ്റ്റേബിൾ ആയിട്ട് നിന്ന് കൊടുത്ത് കുട്ടികളുടെ ടെമ്പർ ടാൻട്രംസ് ഉണ്ടാകും, കുട്ടികളുടെ ചെറിയ ചെറിയ നിർബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് മനസ്സിലാക്കി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുമ്പോൾ അത് അപ്പം തന്നെ ഡീല് ചെയ്ത് പോകാൻ പറ്റും. അവരുടെ ഒപ്പം തന്നെ തുള്ളാൻ നിന്നാൽ അവർക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നു, അവർക്ക് ചിരി വരുമ്പോൾ നമുക്ക് ചിരി വരുന്നു. ചിരി വരുന്നതിന് കൊണ്ട് കുഴപ്പമില്ല, അവര് പിന്നെ വാശി കാണിക്കുമ്പോൾ നമ്മൾ വാശി കാണിക്കുക. ഇങ്ങനെ ചെയ്തിട്ട് അയ്യോ ഭയങ്കര വാശിയാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇതിനെല്ലാം പാരൻസിന് പാരന്റിങ് ടിപ്സ് ആവശ്യമായിട്ട് വരും. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം പാരന്റിങ് ടിപ്സും ബുക്സും തന്നെ അവൈലബിൾ ആണ്. ഇതെല്ലാം വെച്ച് ന്യൂ ഏജ് പാരന്റ്, ഇപ്പൊ ന്യൂ ജനറേഷൻ പാരന്റ്സ് ഇതെല്ലാം അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അവർ അവെയർ ആയിട്ട് ഇത് കുറെ നല്ല രീതിയിൽ പാരന്റിങ് ചെയ്യുന്നത് കാണാം. എന്നാലും കുറെ പേര് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരുപാട് ഇൻഫർമേഷൻ ഓവർലോഡ് ആയതുകൊണ്ട് എന്താണ് എടുക്കേണ്ടത് എന്താണ് എടുക്കേണ്ടാത്തത് എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്ക് വരുന്നതും കണ്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, സമൂഹത്തിന്റെ പൊതു സ്വത്താണ്. അവർ ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. അവർ ജനിക്കാൻ നമ്മൾ നിമിത്തമായി എന്നുള്ളതാണ്. അവരുടെ വ്യക്തിത്വ വികസനത്തിനും അവരുടെ സർഗാത്മകമായ കഴിവുകളും ഡെവലപ്പ് ചെയ്യാനും അതിനുള്ളൊരു സാഹചര്യം, അതിനുള്ളൊരു പ്രോത്സാഹനം, അതിനുള്ളൊരു വേദിയാണ് നമ്മൾ ഓരോരുത്തരും ഒരുക്കേണ്ടത്. നമ്മുടെ കിട്ടാത്ത കാര്യങ്ങൾ നേടാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല, ബാക്കിയുള്ളവരെ കാണിക്കാനുള്ള അഭിമാനം A+ കാണിക്കാനുള്ള ഒരു കൊമോഡിറ്റി അല്ല. ഈ ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്രയും നാളും നമ്മുടെ തലമുറയിലുള്ള ആൾക്കാർ, പഴയ തലമുറ ആ രീതിയിൽ എല്ലാവരും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആ സൈക്കിൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ഹെൽത്തി സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. സന്തോഷമായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. ബിക്കോസ് ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്.